പാഠത്തില് നമ്മൾ ഡിജിറ്റൽ മണി കൊമേഴ്സിന്റെ പരിണാമവും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ 5 ഘട്ടങ്ങളിലായാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായി ഡിജിറ്റൽ മണി കൊമേഴ്സ് എന്താണെന്ന് കൃത്യമായി നിർവചിക്കും. രണ്ടാമതായി ഡിജിറ്റൽ പണത്തിന്റെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കും. മൂന്നാമത്തെ ഭാഗത്ത് ഇതിന്റെ പ്രവർത്തന രീതിയും പ്രധാനപ്പെട്ട നേട്ടങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. നാലാമതായി ഇതിലെ പ്രധാന അപകടസാധ്യതകളും വെല്ലുവിളികളും വിലയിരുത്തും. അവസാനമായി പണത്തിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് ആദ്യ ഭാഗത്തേക്ക് കടക്കാം. ഡിജിറ്റൽ മണി കൊമേഴ്സ് എന്താണെന്ന് വിശദമായി പരിശോധിക്കാം. ഡിജിറ്റൽ പണം എന്ന പദത്തിന്റെ കൃത്യമായ നിർവചനം നോക്കാം. ഭൗതികമായ നോട്ടുകളോ നാണയങ്ങളോ ആവശ്യമില്ലാതെ പൂർണ്ണമായും ഇലക്ട്രോണിക് രൂപത്തിൽ മാത്രം നിലനിൽക്കുന്ന ഏതൊരു പണമിടപാട് രീതിയെയാണ് ഡിജിറ്റൽ പണം എന്ന് പറയുന്നത്. ഡിജിറ്റൽ പണത്തിന് പല പ്രധാന സവിശേഷതകളുമുണ്ട്. ഒന്നാമതായി, തൽക്ഷണ കൈമാറ്റം സാധ്യമാണ്. രണ്ടാമത്, ഇത് അതിരുകളില്ലാത്ത ഇടപാടുകൾക്ക് വഴിയൊരുക്കുന്നു. മൂന്നാമതായി, ഇടനിലക്കാരെ ഒഴിവാക്കുന്നതുകൊണ്ട് തന്നെ ഇടപാട് ചെലവുകൾ വളരെ കുറവായിരിക്കും. അവസാനമായി, ചില ഡിജിറ്റൽ പണ സംവിധാനങ്ങൾ ഉപയോക്താക്കൾക്ക് ഒരു പരിധിവരെ അജ്ഞാതത്വം അഥവാ അനോണിമിറ്റി നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഡിജിറ്റൽ പണത്തിന്റെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിജിറ്റൽ പണത്തെ നമുക്ക് പ്രധാനമായും 4 തരംതിരിക്കാം. ഈ പട്ടിക ശ്രദ്ധിക്കുക. ഓരോ തരം പണവും അതിന്റെ നിയന്ത്രണാധികാരവും ഒരു ഉദാഹരണവും ഇവിടെ നൽകിയിട്ടുണ്ട്. ബാങ്ക് അധിഷ്ഠിത പണവും സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസികളും അഥവാ CBDCകളും കേന്ദ്രീകൃതമാണ്. അതായത് ഒരു കേന്ദ്ര അതോറിറ്റി ഇവയെ നിയന്ത്രിക്കുന്നു. നേരെ മറിച്ച് ക്രിപ്റ്റോ കറൻസികൾ വികേന്ദ്രീകൃതമാണ്. അവിടെ ഒരു നെറ്റ്വർക്കാണ് നിയന്ത്രണം. മൊബൈൽ മണി, വാലറ്റുകൾ എന്നിവയാവട്ടെ സാധാരണയായി ഒരു സ്വകാര്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായിരിക്കും. ആദ്യത്തെ തരം ബാങ്ക് അധിഷ്ഠിത ഡിജിറ്റൽ പണമാണ്. ഇത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഡിജിറ്റൽ രൂപത്തിൽ കാണുന്ന പരമ്പരാഗത കറൻസികൾ, ഉദാഹരണത്തിന് രൂപ, ഡോളർ, യൂറോ തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഇവയൊക്കെയും അതാത് രാജ്യത്തെ ധനകാര്യ അതോറിറ്റികളുടെ നിയന്ത്രണത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗമാണ് മൊബൈൽ മണിയും വാലറ്റുകളും. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പണം സൂക്ഷിക്കാനും കൈമാറ്റം ചെയ്യാനും സഹായിക്കുന്ന സംവിധാനങ്ങളാണിവ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ പലപ്പോഴും ഇതുപയോഗിക്കാൻ ഒരു പരമ്പരാഗത ബാങ്ക് അക്കൗണ്ടിന്റെ ആവശ്യമില്ല എന്നതാണ്. അടുത്തത് ക്രിപ്റ്റോ കറൻസികളാണ്. ഇവ വികേന്ദ്രീകൃത ഡിജിറ്റൽ കറൻസികളാണ്. അതായത് ഇതിനൊരു കേന്ദ്രീകൃത നിയന്ത്രണ അതോറിറ്റി ഇല്ല. പകരം ബ്ലോക്ക് ചെയിൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇടപാടുകൾ സുരക്ഷിതവും സുതാര്യവുമാക്കുന്നു. ഇതിന്റെ പ്രധാന ഫലം ബാങ്കുകൾ പോലുള്ള ഇടനിലക്കാരുടെ ആവശ്യം ഇല്ലാതാകുന്നു എന്നതാണ്. നാലാമത്തെ തരം സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസികൾ അഥവാ CBDCകളാണ്. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് നേരിട്ട് പുറത്തിറക്കുന്ന ആ രാജ്യത്തിന്റെ കറൻസിയുടെ ഡിജിറ്റൽ രൂപമാണിത്. ക്രിപ്റ്റോ കറൻസികളിൽ നിന്ന് ഇതിനുള്ള പ്രധാന വ്യത്യാസം CBDCകൾ പൂർണ്ണമായും കേന്ദ്രീകൃതവും നിയന്ത്രിതവും ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുള്ളതുമാണ് എന്നതാണ്. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഡിജിറ്റൽ പണത്തിന്റെ പ്രവർത്തന രീതിയും അതിന്റെ പ്രധാന നേട്ടങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒരു ഡിജിറ്റൽ പണമിടപാട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം ഇനിഷ്യേറ്റ് ചെയ്യുക എന്നതാണ്. അതായത് ഒരു ഉപയോക്താവ് ആപ്പ് വഴിയോ QR കോഡ് വഴിയോ പണക്കൈമാറ്റം ആരംഭിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം വെരിഫൈ അഥവാ സ്ഥിരീകരിക്കലാണ്. ഇവിടെ ബാങ്കോ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കോ ആ ഇടപാട് പരിശോധിച്ച് സാധുത ഉറപ്പുവരുത്തുന്നു. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം സെറ്റിൽമെന്റാണ്. പണം ഇലക്ട്രോണിക്കായി കൈമാറ്റം ചെയ്യപ്പെടുകയും ഇടപാട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഡിജിറ്റൽ പണത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ലോകമെമ്പാടും തൽക്ഷണം ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നുവെന്നതാണ്. ഇത് ചെലവേറിയ ഇടനിലക്കാരെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. അതുപോലെ ബാങ്കിംഗ് സൗകര്യങ്ങളില്ലാത്ത ആളുകളിലേക്ക് സാമ്പത്തിക സേവനങ്ങളെത്തിക്കാനും ഇതുപകരിക്കും. ഇടപാടുകൾക്ക് കൂടുതൽ സുതാര്യത വരുന്നതിനാൽ അഴിമതി തടയാനും സാധിക്കും. ബിസിനസ്സുകൾക്ക് ഇടപാട് ചെലവ് കുറയുന്നു, ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദവുമാകുന്നു. എല്ലാ കാര്യങ്ങൾക്കുമെന്നപോലെ ഡിജിറ്റൽ പണത്തിനും അതിന്റേതായ അപകടസാധ്യതകളും വെല്ലുവിളികളുമുണ്ട്. അതാണ് നമ്മൾ 4ാമത്തെ ഭാഗത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡിജിറ്റൽ പണവുമായി ബന്ധപ്പെട്ട പ്രധാന അപകടസാധ്യതകൾ ഇവയാണ്. ഒന്നാമതായി, സൈബർ സുരക്ഷാ ഭീഷണികൾ, അതായത് ഹാക്കിംഗ്, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ. രണ്ടാമത്, ഡാറ്റ സ്വകാര്യതയെ സംബന്ധിച്ച ആശങ്കകൾ.
മൂന്നാമതായി, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഡിജിറ്റൽ പണം ഉപയോഗിക്കാനുള്ള സാധ്യത. അവസാനമായി, പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസികളുടെ കാര്യത്തിൽ അവയുടെ വിലയിലുണ്ടാകുന്ന അതിഭീമമായ ചാഞ്ചാട്ടം ഒരു വലിയ റിസ്ക്കാണ്. ഈ അപകടസാധ്യതകൾക്ക് പുറമെ ചില വലിയ വെല്ലുവിളികളുമുണ്ട്. ഒന്ന്, ഇത് രാജ്യങ്ങളുടെ ധനപരമായ പരമാധികാരത്തെ ചോദ്യം ചെയ്തേക്കാം. 2, ഡിജിറ്റൽ ഡിവൈഡ് അഥവാ ഡിജിറ്റൽ വിഭജനം. സാങ്കേതികവിദ്യ എല്ലാവരിലേക്കും ഒരുപോലെ എത്താത്ത സാഹചര്യം ഇത് കൂടുതൽ വഷളാക്കിയേക്കാം. മൂന്നാമത്തെ പ്രധാന വെല്ലുവിളി പാരിസ്ഥിതികമാണ്. ബിറ്റ്കോയിൻ പോലുള്ളവ പ്രവർത്തിക്കാനാവശ്യമായ ഭീമമായ ഊർജം ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം, പണത്തിന്റെ ഭാവി. പണത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ചില പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉയർന്നുവരുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രോഗ്രാമബിൾ മണി. ചില നിബന്ധനകൾ പാലിക്കപ്പെടുമ്പോൾ മാത്രം ഇടപാടുകൾ നടത്തുന്ന രീതിയാണിത്. മറ്റൊന്ന് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ. ഇവ സ്വയം പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ കരാറുകളാണ്. അതുപോലെ വിവിധ രാജ്യങ്ങളുടെ CBDCകൾ തമ്മിൽ എളുപ്പത്തിൽ ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്ന സംവിധാനങ്ങളും വികസിപ്പിച്ചുവരുന്നു. ഈ വിഷയത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു ഉദ്ധരണി ഇതാ: ഡിജിറ്റൽ പണം എന്നത് പണം അടയ്ക്കാനുള്ള ഒരു പുതിയ മാർഗം മാത്രമല്ല, അത് സാമ്പത്തിക ഘടനയുടെ തന്നെ ഒരു പരിവർത്തനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാണ്, ഇത് കേവലമൊരു സാങ്കേതിക മാറ്റമല്ല, മറിച്ച് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. അപ്പോൾ നമ്മുടെ സമൂഹങ്ങൾ ഈ വലിയ പരിവർത്തനത്തെ സ്വീകരിക്കുമ്പോൾ ഒരു പ്രധാന ചോദ്യം ഉയർന്നുവരുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒരുപോലെ നിറവേറ്റുന്ന രീതിയിൽ ഡിജിറ്റൽ പണത്തെ എങ്ങനെയാണ് നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ സാധിക്കുക? ഈ ചോദ്യം ഒരു ചിന്തയ്ക്കായി നൽകിക്കൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് ഡിജിറ്റൽ അതിർത്തിയുടെ സംരക്ഷണം, ധാർമ്മികത, സുരക്ഷ, സാമൂഹിക സ്വാധീനം എന്നിവയെക്കുറിച്ചാണ്. നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് 1.4.2, അതായത് ICT സംരംഭങ്ങളുടെ സ്വകാര്യത, സുരക്ഷ, പിന്നെ അതിന്റെ ധാർമ്മികവും സാമൂഹികവുമായ സ്വാധീനം എന്നിവയിലാണ്. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന വിഷയങ്ങളാണിവ. അതുകൊണ്ടുതന്നെ ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചർച്ചയിൽ പ്രധാനമായും 5 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമതായി സ്വകാര്യതയും വ്യക്തിഗത വിവരങ്ങളും. രണ്ടാമത് ഈ കണക്റ്റഡ് ലോകത്തിലെ സുരക്ഷയെക്കുറിച്ച്. പിന്നെ ICTയുടെ ധാർമ്മിക വശങ്ങൾ, അതിന്റെ സാമൂഹിക സ്വാധീനങ്ങൾ. അവസാനം ഉത്തരവാദിത്തത്തിനായുള്ള ഒരു ആഹ്വാനം. അപ്പൊ ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം: സ്വകാര്യതയും വ്യക്തിഗത വിവരങ്ങളും. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വിവരങ്ങളിൽ മേലുള്ള നിയന്ത്രണത്തെക്കുറിച്ചാണ്. അപ്പോ എന്താണ് ഈ സ്വകാര്യത എന്ന് പറയുന്നത്? ലളിതമായി പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് അവരുടെ സ്വന്തം വിവരങ്ങൾ നിയന്ത്രിക്കാനുള്ള അവകാശമാണിത്. അതായത് ആ വിവരങ്ങൾ ആർക്കൊക്കെ കാണാം, എങ്ങനെ ഉപയോഗിക്കാം, ഏതൊക്കെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് അഭൂതപൂർവമായ രീതിയിലാണ് ഡേറ്റ ശേഖരണം നടക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ലൊക്കേഷൻ ഡേറ്റ, ആരോഗ്യരേഖകൾ, നമ്മൾ എന്തൊക്കെയാണ് ഇന്റർനെറ്റിൽ തിരയുന്നത് എന്ന ബ്രൗസിംഗ് ഹിസ്റ്ററി, സാമ്പത്തിക വിവരങ്ങൾ, എന്തിനധികം നമ്മുടെ ഓരോ പെരുമാറ്റ രീതികളും മുൻഗണനകളും വരെ തുടർച്ചയായി ശേഖരിക്കപ്പെടുന്നുണ്ട്. ഇതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഫേസ്ബുക്ക് കാംബ്രിഡ്ജ് അനലിറ്റിക്ക വിവാദം. ആ കേസ് സ്റ്റഡിയിലൂടെ നമുക്ക് വ്യക്തമായത് എന്താണെന്ന് വെച്ചാൽ, ഉപയോക്താക്കളുടെ അറിവ് പോലും ഇല്ലാതെ അവരുടെ വ്യക്തിഗത വിവരങ്ങൾ രാഷ്ട്രീയപരമായ കൃത്രിമത്വത്തിനു വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്നതായിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഒരു റെഗുലേറ്ററി പ്രതികരണമുണ്ടായി. അതിന്റെ ഭാഗമായി വന്ന ഒന്നാണ് യൂറോപ്പിന്റെ ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ, അതായത് GDPR. ഉപയോക്താക്കൾക്ക് അവരുടെ ഡേറ്റയുടെ മേൽ കൂടുതൽ നിയന്ത്രണം നൽകുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ശരി, സ്വകാര്യതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം: ബന്ധിതമായ ലോകത്തിലെ സുരക്ഷ, അതായത് ഡിജിറ്റൽ സംവിധാനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം എന്നത്. അപ്പോൾ എന്താണ് ICTയിലെ സുരക്ഷ? നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റങ്ങളെ മോഷണം, കേടുപാടുകൾ, എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ അനധികൃതമായ പ്രവേശനം എന്നിവയിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ICTയിലെ സുരക്ഷ എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രധാന സൈബർ ഭീഷണികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡേറ്റാ മോഷണം സാധാരണമാണ്. പിന്നെ റാൻസംവെയർ, അതായത് പണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സിസ്റ്റങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത്. രാജ്യത്തിന്റെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നത്. സ്ഥാപനത്തിനകത്തുനിന്നുള്ള ഭീഷണികൾ, സോഫ്റ്റ്വെയറിലെ പിഴവുകൾ, എന്തിനധികം ഭരണകൂടത്തിന്റെ പിന്തുണയോടെ നടക്കുന്ന സൈബർ യുദ്ധങ്ങൾ വരെ ഇതിലുൾപ്പെടും.
ഇതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ 2017 വാനാക്രൈ റാൻസംവെയർ ആക്രമണം നോക്കിയാൽ മതി. പല രാജ്യങ്ങളിലെയും ആരോഗ്യ സേവനങ്ങളെ അത് പൂർണ്ണമായും സ്തംഭിപ്പിച്ചു. അപ്പോൾ ഓർക്കുക, ICT സുരക്ഷ എന്നത് മനുഷ്യന്റെ ക്ഷേമവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനെ നേരിടാൻ ഒരു ബഹുമുഖ സമീപനം ആവശ്യമാണ്. അതിലെന്തൊക്കെ വരും? 1. ശക്തമായ എൻക്രിപ്ഷൻ ഉപയോഗിക്കുക. 2. സിസ്റ്റം അപ്ഡേറ്റുകൾ കൃത്യമായി ചെയ്യുക. 3. ജീവനക്കാർക്ക് വേണ്ട പരിശീലനം നൽകുക. 4. അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണവും ഇതിന് അത്യാവശ്യമാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ICTയുടെ ധാർമ്മിക മാനങ്ങളെക്കുറിച്ചാണ്. അതായത്, ഈ സാങ്കേതിക വിദ്യയുടെ പിന്നിലുള്ള സദാചാര തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന്. എന്താണ് ICTയിലെ ധാർമ്മികത? ടെക്നോളജികൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിന്യസിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെയൊക്കെ നയിക്കുന്ന ചില ധാർമ്മിക തത്വങ്ങളുണ്ട്. ഇതിൽ നീതി, സുതാര്യത, ഉത്തരവാദിത്വം എന്നിവയ്ക്ക് വലിയ പങ്കുണ്ട്. ഇവിടെ ഉയർന്നുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അൽഗോരിതം ബയാസ്. അതായത്, പക്ഷപാതപരമായ ഡാറ്റ ഉപയോഗിച്ച് ഒരു സിസ്റ്റത്തെ പഠിപ്പിച്ചാൽ അത് സമൂഹത്തിലുള്ള മുൻവിധികളെ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല, അതിനെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. ഇതിനൊരു ഉദാഹരണമാണ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റങ്ങൾ കറുത്ത വർഗ്ഗക്കാരായ ആളുകളിൽ കൂടുതൽ പിശകുകൾ കാണിക്കുന്നത്. ഉപയോക്താവിന്റെ സ്വയംഭരണത്തെ ദുർബലപ്പെടുത്തുന്നതും മറ്റൊരു പ്രധാന വിഷയമാണ്. നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ആസക്തിയുണ്ടാക്കുന്ന ഡിസൈൻ പാറ്റേണുകൾ ചിലപ്പോൾ നമ്മളെ കബളിപ്പിച്ച് പല നിബന്ധനകളും അംഗീകരിപ്പിക്കുന്ന ഡാർക്ക് പാറ്റേണുകൾ വരെ ഇതിൽ വരും. അപ്പോൾ ഇവിടെ വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഒരു AI സിസ്റ്റം ഹാനികരമായ ഒരു തീരുമാനമെടുത്താൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അത് വികസിപ്പിച്ച ഡെവലപ്പർക്കാണോ? അത് പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റർക്കാണോ? അതോ ആ സാങ്കേതിക വിദ്യയ്ക്ക് തന്നെയാണോ? ഇനി നമുക്ക് ICTയുടെ വിശാലമായ സാമൂഹിക സ്വാധീനങ്ങളെക്കുറിച്ച് നോക്കാം. സമൂഹങ്ങളെയും വ്യക്തികളെയും ഇത് എങ്ങനെയാണ് പുനർരൂപകൽപ്പന ചെയ്യുന്നത് എന്ന് കാണാം. ICTക്ക് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ സ്വാധീനങ്ങളുണ്ട്. പോസിറ്റീവായി നോക്കിയാൽ വിവരങ്ങളിലേക്കുള്ള നമ്മുടെ പ്രവേശനം വർദ്ധിച്ചു, പാർശ്വവൽക്കരിക്കപ്പെട്ട ശബ്ദങ്ങൾക്ക് ഒരിടം കിട്ടി, പൗരപങ്കാളിത്വം എളുപ്പമായി. എന്നാൽ നെഗറ്റീവ് വശങ്ങളുമുണ്ട്. ഡിജിറ്റൽ വിടവ് വർദ്ധിച്ചു, പലതിലുമുള്ള നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു, മാനസികാരോഗ്യ പ്രശ്നങ്ങളും കൂടി. ഇതെല്ലാം പരിഗണിച്ച് നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഉത്തരവാദിത്വത്തിനായുള്ള ഒരു ആഹ്വാനം. അതായത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഡിജിറ്റൽ ഭാവി എങ്ങനെ രൂപപ്പെടുത്താം? അപ്പോൾ മെച്ചപ്പെട്ട ഒരു ഡിജിറ്റൽ ഭാവിക്കായി ചില തത്വങ്ങൾ മുന്നോട്ടു വയ്ക്കാനുണ്ട്. ഒന്നാമതായി, സ്വകാര്യത ഒരു മനുഷ്യാവകാശമായി അംഗീകരിക്കുക. രണ്ടാമത്, ശക്തവും എന്നാൽ സന്തുലിതവുമായ സുരക്ഷ ഉറപ്പാക്കുക. മൂന്നാമത്, നീതിക്കും സുതാര്യതയ്ക്കും മുൻഗണന നൽകുക. അവസാനമായി, എല്ലാവർക്കുമായി ഡിജിറ്റൽ ലോകം പ്രാപ്യമാക്കുക. അതുകൊണ്ട് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ ICT സംരംഭങ്ങൾ ആളുകളെ ശാക്തീകരിക്കാനുള്ള ഒരു ഉപാധിയായി മാറുമോ, അതോ കൂടുതൽ പേരെ മാറ്റി നിർത്തുന്ന ഒന്നായി തീരുമോ? ഇതിന്റെ ഉത്തരം നമ്മുടെ ഡിജിറ്റൽ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത് നമ്മൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിജിറ്റൽ അതിർത്തിയിലെ നികുതി ചുമത്തലിനെക്കുറിച്ചാണ്. അതിലെ വെല്ലുവിളികളും ആഗോളതലത്തിലുള്ള പരിഷ്കരണ ചട്ടക്കൂടുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ വിഷയത്തെ 6 ഭാഗങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം ഒരു പുതിയ സാമ്പത്തിക യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. പിന്നെ നികുതി ചുമത്താവുന്ന ഒരു സാന്നിധ്യം എങ്ങനെ നിർവചിക്കാം, ഡിജിറ്റൽ ലാഭം എങ്ങനെ വിഭജിക്കാം, ഉപയോക്തൃ ഡാറ്റയുടെ മൂല്യം എന്താണ്, രാജ്യങ്ങൾ ഏകപക്ഷീയമായി നടപടിയെടുത്താലുള്ള അപകടസാധ്യതകൾ, അവസാനം ഇതിനെല്ലാം കൂടിയുള്ള ആഗോള പരിഷ്കരണ ചട്ടക്കൂട്. ഇങ്ങനെയായിരിക്കും നമ്മൾ മുന്നോട്ടു പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ഭാഗം ഒരു പുതിയ സാമ്പത്തിക യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മൂല്യസൃഷ്ടിയും ഒരു കമ്പനിയുടെ ഭൗതിക സ്ഥാനവും തമ്മിലുള്ള വിടവിലാണ്. അതായത്, ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മൂല്യമുണ്ടാകുന്നത് ഒരിടത്തും, എന്നാൽ കമ്പനിയുടെ ഓഫീസ് മറ്റൊരിടത്തുമാണ്. ഇതാണ് പ്രധാന പ്രശ്നം. ഈ വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്ക് പരമ്പരാഗത സമ്പദ്വ്യവസ്ഥയെയും ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയും ഒന്ന് താരതമ്യം ചെയ്യാം. പരമ്പരാഗത രീതിയിൽ സാമ്പത്തിക പ്രവർത്തനം എപ്പോഴും ഒരു ഭൗതിക സ്ഥാനവുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ അതിരുകൾക്കപ്പുറം സുഗമമായി പ്രവർത്തിക്കുന്നു. ഇതിനെയാണ് പിണ്ഡമില്ലാത്ത വ്യാപ്തി അല്ലെങ്കിൽ സ്കെയിൽ വിത്തൌട്ട് മാസ് എന്ന് പറയുന്നത്. അതായത്, ഒരു രാജ്യത്ത് ഒരു ഓഫീസ് പോലുമില്ലാതെ വലിയ തോതിൽ വരുമാനമുണ്ടാക്കാൻ ഡിജിറ്റൽ കമ്പനികൾക്ക് കഴിയുന്നു. അപ്പോൾ ഈ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയുടെ ഏതൊക്കെ സവിശേഷതകളാണ് നിലവിലുള്ള നികുതി തത്വങ്ങളെ വെല്ലുവിളിക്കുന്നത്?
പ്രധാനമായും 4 ഒന്ന്, അൽഗോരിതം പോലുള്ള അദൃശ്യമായ ആസ്തികളെ വലിയ തോതിൽ ആശ്രയിക്കുന്നത്. 2, ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കളിൽ നിന്ന് ഡേറ്റ ഉപയോഗിക്കുന്നത്. 3, സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഭൗതിക സാന്നിധ്യത്തിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ടു നിൽക്കുന്നത്. 4ാമത്തേതും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് കുറഞ്ഞ നികുതിയുള്ള രാജ്യങ്ങളിലേക്ക് ലാഭം മാറ്റാനുള്ള സൗകര്യം. ഈ കാരണങ്ങൾ കൊണ്ടാണ് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് പോലെയുള്ള പഴയ നികുതി ആശയങ്ങൾ ഇന്ന് പ്രസക്തമല്ലാതാവുന്നത്. അടുത്ത ഭാഗം നികുതി ചുമത്താവുന്ന ഒരു സാന്നിധ്യം എങ്ങനെ നിർവചിക്കാമെന്നതാണ്. ഇവിടെ നമ്മൾ നെക്സസ് എന്ന ആശയത്തിന്റെ വെല്ലുവിളിയാണ് പരിശോധിക്കുന്നത്. എന്താണ് നെക്സസ്? ഒരു രാജ്യത്തിന് ഒരു ബിസിനസിന്റെ ലാഭത്തിന്മേൽ നികുതി ചുമത്തണമെങ്കിൽ ആ ബിസിനസ്സിന് ആ രാജ്യവുമായി ഒരു മിനിമം ബന്ധം വേണം. ഈ ബന്ധത്തെയാണ് നെക്സസ് എന്ന് പറയുന്നത്. പരമ്പരാഗതമായി ഈ ബന്ധം ഒരു ഭൗതിക സാന്നിധ്യമായിരുന്നു, അതായത് ഒരു സ്ഥിരം സ്ഥാപനം അല്ലെങ്കിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിജിറ്റൽ യുഗത്തിൽ ഈ ആശയം തന്നെ അപ്രസക്തമാവുകയാണ്. ഇതിന്റെ പ്രായോഗികമായ ഉദാഹരണം നോക്കൂ. ഒരു സോഷ്യൽ മീഡിയ കമ്പനിക്ക് ഒരു രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളുണ്ടാവാം. അവിടത്തെ ബിസിനസ്സുകളിൽ നിന്ന് അവർക്ക് പരസ്യവരുമാനവും ലഭിക്കുന്നുണ്ടാവാം. എന്നിട്ടും നിലവിലെ നിയമമനുസരിച്ച് അവർക്ക് ആ രാജ്യത്ത് കോർപ്പറേറ്റ് നികുതി അടയ്ക്കേണ്ട ബാധ്യത വരുന്നില്ല. കാരണം അവർക്കവിടെ ഒരു ഭൗതിക സാന്നിധ്യമില്ല. ഈ ഒരു പ്രതിസന്ധി മറികടക്കാനാണ് പുതിയ ആശയങ്ങൾ മുന്നോട്ടുവയ്ക്കുന്നത്. അതായത് ഭൗതിക സാന്നിധ്യത്തിന് പകരം വെർച്വൽ സാന്നിധ്യം അല്ലെങ്കിൽ സുപ്രധാന സാമ്പത്തിക സാന്നിധ്യം എന്നിവയെ നികുതി ചുമത്താനുള്ള മതിയായ കാരണമായി കണക്കാക്കണമെന്ന വാദം ശക്തമാവുകയാണ്. ശരി, ഇനി അടുത്ത വെല്ലുവിളിയിലേക്ക് കടക്കാം. 3ാം ഭാഗം, ഡിജിറ്റൽ ലാഭം എങ്ങനെ വിഭജിക്കാം. ഇവിടെ നമ്മൾ നേരിടുന്നത് മൂല്യസൃഷ്ടിയുടെ വെല്ലുവിളിയാണ്. അതായത് ഒരു കമ്പനിക്ക് ഒരു രാജ്യത്ത് നികുതി അടയ്ക്കാൻ ബാധ്യതയുണ്ടെന്ന് നമ്മൾ സമ്മതിച്ചാൽ തന്നെ അടുത്ത ചോദ്യം വരും, ആ ലാഭത്തിന്റെ എത്ര ഭാഗം ആ രാജ്യത്തിന് അവകാശപ്പെട്ടതാണ്? നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് ലാഭം വിഭജിക്കുന്നത് ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങൾ, ആസ്തികൾ, പിന്നെ അവരെടുക്കുന്ന റിസ്കുകൾ എവിടെയാണോ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിനെ ആശ്രയിച്ചാണ്. എന്നാൽ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിൽ മൂല്യമുണ്ടാകുന്നത് ഇതിൽ നിന്നും മാത്രമല്ല. ഉപയോക്താക്കളുടെ പങ്കാളിത്തം, അവർ നൽകുന്ന ഡേറ്റ, നെറ്റ്വർക്ക് ഇഫക്റ്റുകൾ ഇവയെല്ലാം മൂല്യസൃഷ്ടിയിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളെ എങ്ങനെ ലാഭവിഹിതത്തിൽ ഉൾപ്പെടുത്തും എന്നതാണ് ചോദ്യം. 4ാമത്തെ ഭാഗം, ഉപയോക്തൃ ഡേറ്റയുടെ മൂല്യം. അദൃശ്യമായ ആസ്തികളും ഉപയോക്താക്കളുടെ പങ്കാളിത്തവും എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന ആശയത്തെപ്പറ്റി മനസ്സിലാക്കണം. ഒരു വലിയ കമ്പനിയുടെ വിവിധ രാജ്യങ്ങളിലുള്ള സഹോദര സ്ഥാപനങ്ങൾ തമ്മിൽ ഇടപാടുകൾ നടത്തുമ്പോൾ അത് പുറത്തുള്ള 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട് പോലെ, അതായത് ആംസ് ലെങ്ത് അടിസ്ഥാനത്തിൽ ന്യായമായ വിലയിലായിരിക്കണമെന്ന് ഉറപ്പാക്കുന്ന നിയമങ്ങളാണ്. എന്നാൽ ഡിജിറ്റൽ ലോകത്തത് പ്രായോഗികമല്ല. കാരണം ഒരു പ്രത്യേക ആൽഗോരിതത്തിന്റെയോ ബ്രാൻഡിന്റെയോ ശരിയായ മൂല്യം എങ്ങനെ നിശ്ചയിക്കും? ഇത് വളരെ പ്രയാസമാണ്. ഇതിൽ ഏറ്റവും നിർണായകമായ ആസ്തി ഉപയോക്തൃ ഡാറ്റയാണ്. ഈ ഡാറ്റ ഉപയോഗിച്ചാണ് പ്ലാറ്റ്ഫോമുകൾ വലിയ മൂല്യം സൃഷ്ടിക്കുന്നത്. പക്ഷെ നിലവിലെ അന്താരാഷ്ട്ര നികുതി നിയമങ്ങൾ ഈ മൂല്യസൃഷ്ടിയിൽ ഉപയോക്താക്കൾ വഹിക്കുന്ന പങ്ക് വ്യക്തമായി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്തെ ഉപയോക്താക്കൾ ഒരു പ്ലാറ്റ്ഫോമിന് നൽകുന്ന മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നികുതി ചുമത്താൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പല രാജ്യങ്ങളും വാദിക്കുന്നു. 5ാം ഭാഗം, ഏകപക്ഷീയമായ നടപടികളുടെ അപകടസാധ്യതകൾ. ആഗോളതലത്തിൽ ഒരു സമവായമുണ്ടാകാത്ത സാഹചര്യത്തിൽ പല രാജ്യങ്ങളും സ്വന്തം നിലയ്ക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇത് ആഗോള ശിഥിലീകരണം എന്ന വെല്ലുവിളിയിലേക്ക് നയിക്കുന്നു. ഒരു ആഗോള സമവായത്തിന് കാത്തുനിൽക്കാതെ പല രാജ്യങ്ങളും സ്വന്തമായി ഡിജിറ്റൽ സേവന നികുതികൾ അഥവാ DSTകൾ ചുമത്താൻ തുടങ്ങിയിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള പരിഷ്കാരങ്ങൾ വൈകുന്നതിലുള്ള ഒരു പ്രതികരണമാണിത്. ഇതിന്റെ പ്രധാനപ്പെട്ടൊരു പ്രത്യാഘാതം ഇരട്ട നികുതി ചുമത്താനുള്ള സാധ്യതയാണ്. അതായത് ഒരേ വരുമാനത്തിന്മേൽ ഒന്നിലധികം രാജ്യങ്ങൾ നികുതി ചുമത്തുന്ന ഒരവസ്ഥ വരും. ഇത് കമ്പനികൾക്ക് വലിയ ഭാരവും നിയമപരമായ അനിശ്ചിതത്വവും ഉണ്ടാക്കും. അപ്പോൾ ഇതിന്റെ എല്ലാം ആത്യന്തിക ഫലം എന്തായിരിക്കും? ഈ ഏകപക്ഷീയമായ നടപടികൾ പല പ്രത്യാഘാതങ്ങൾക്കും വഴിവെക്കും. വ്യാപാര സംഘർഷങ്ങളുണ്ടാവാം. ഒരു രാജ്യം ചുമത്തുന്ന നികുതിക്ക് മറുപടിയായി മറ്റു രാജ്യങ്ങൾ പ്രതികാരപരമായ താരിഫുകൾ ഏർപ്പെടുത്താം. ഇത് പ്രധാന സമ്പദ്വ്യവസ്ഥകൾ തമ്മിലുള്ള തർക്കങ്ങളിലേക്ക് നയിക്കും. ആഗോള നികുതി വ്യവസ്ഥ ശിഥിലമാവുകയും കമ്പനികളുടെ നിയമപരമായ ഭാരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം. 6ാം ഭാഗം, ആഗോള പരിഷ്കരണ ചട്ടക്കൂട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായി OECD മുന്നോട്ടുവെച്ച
രണ്ട് തൂൺ പരിഹാരം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ പരിഹാരത്തിന് 2 ഭാഗങ്ങളുണ്ട്. തൂൺ 1 അഥവാ പില്ലർ 1 നികുതി ചുമത്താനുള്ള അവകാശങ്ങൾ പുനർവിഭജനം ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു കമ്പനിക്ക് ഒരു രാജ്യത്ത് ഭൗതിക സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കാതെ അവിടുത്തെ ഉപഭോക്താക്കളുടെയും ഉപയോക്താക്കളുടെയും അടിസ്ഥാനത്തിൽ ആ രാജ്യത്തിന് നികുതി ചുമത്താനുള്ള അവകാശം നൽകുന്നു. ഇനി തൂൺ 2 അഥവാ പില്ലർ 2 ഒരു ആഗോള മിനിമം കോർപ്പറേറ്റ് നികുതി അവതരിപ്പിക്കുന്നു. ബഹുരാഷ്ട്ര കമ്പനികൾ എവിടെ പ്രവർത്തിച്ചാലും ഒരു നിശ്ചിത മിനിമം നികുതി അടയ്ക്കുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഈ നീക്കത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. 2021 ഒക്ടോബറിൽ OECD-യുടെ ഇൻക്ലൂസീവ് ഫ്രെയിംവർക്കിൽ ഉൾപ്പെട്ട 130-ൽ അധികം രാജ്യങ്ങൾ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര നികുതി നിയമങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിലെ ഒരു സുപ്രധാന ചുവടുവെപ്പാണിത്. അന്തിമമായി ഇതിന്റെ ലക്ഷ്യം വ്യക്തമാണ്. നവീകരണത്തെയും ഡിജിറ്റൽ വളർച്ചയെയും പിന്തുണയ്ക്കുന്ന, അതേസമയം എല്ലാ ബിസിനസ്സുകളും പൊതുഖജനാവിലേക്ക് അവരുടെ ന്യായമായ പങ്ക് നൽകുന്നു എന്നുറപ്പാക്കുന്ന ഒരു ആഗോള നികുതി സമ്പ്രദായം സൃഷ്ടിക്കുക. ഈ സന്തുലിതാവസ്ഥ കൈവരിക്കുക എന്നത് നികുതിനീതിയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയുടെ ദീർഘകാല സുസ്ഥിരതയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയുടെ സാമൂഹിക സ്വാധീനത്തെക്കുറിച്ചാണ്. അതായത് സാമ്പത്തികമായി മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ തന്നെ ഡിജിറ്റൽ ലോകം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. അപ്പോൾ ഈ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കാനായി നമ്മൾ കുറച്ചു കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നോക്കും. ആദ്യം വിവരങ്ങളിലേക്കുള്ള പ്രവേശനം, പിന്നെ തൊഴിൽ, സാമൂഹിക ബന്ധങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭരണം, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സാങ്കേതിക വിദ്യയെക്കുറിച്ചോ അല്ലെങ്കിൽ ബിസിനസ്സിനെക്കുറിച്ചോ മാത്രമായിരിക്കും ചിന്തിക്കുക. പക്ഷേ അതിന്റെ സ്വാധീനം അവിടെയൊന്നും ഒതുങ്ങുന്നില്ല. സത്യത്തിൽ അത് നമ്മുടെ ജീവിതരീതിയെ, നമ്മുടെ ബന്ധങ്ങളെ, എന്തിന് സമൂഹത്തിന്റെ ഘടനയെ തന്നെ അടിമുടി മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വലിയ മാറ്റമുണ്ടല്ലോ, അതിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നെറ്റ്വർക്ക് സൊസൈറ്റി. ഇത് മുന്നോട്ടുവെച്ചത് സാമൂഹ്യശാസ്ത്രജ്ഞനായ മാനുവൽ കാസ്റ്റൽസ് ആണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? നമ്മുടെ സമൂഹം ഇന്ന് പ്രവർത്തിക്കുന്നത് ഭൂമിശാസ്ത്രപരമായ അതിരുകൾ വെച്ചല്ല, മറിച്ച് ഡിജിറ്റൽ നെറ്റ്വർക്കുകളെ കേന്ദ്രീകരിച്ചാണ്. തൊഴിലിടങ്ങൾ തൊട്ട് രാഷ്ട്രീയ ചർച്ചകൾ വരെ എല്ലാത്തിനെയും ഇത് സ്വാധീനിക്കുന്നു. ശരി, അപ്പോൾ ഈ നെറ്റ്വർക്ക് സൊസൈറ്റിയിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് സംഭവിച്ചത് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്. അറിവ് എങ്ങനെയാണ് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കപ്പെട്ടത്, അതായത് ജനാധിപത്യവൽക്കരിക്കപ്പെട്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. പണ്ടൊക്കെ അറിവുന്നത് കുറച്ചുപേരുടെ മാത്രം ഒരു കുത്തകയായിരുന്നു, അല്ലേ? എന്നാൽ ഇന്റർനെറ്റ് വന്നതോടെ ആ ഒരു രീതി മാറി. ഇന്ന് നോക്കൂ, കോഴ്സറ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ലോകത്തെ മികച്ച യൂണിവേഴ്സിറ്റികളിലെ കോഴ്സുകൾ ആർക്കും പഠിക്കാം. അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി പുതിയൊരു കഴിവ് നേടാം. ഇത് ശരിക്കും ആജീവനാന്ത പഠനത്തിന് ഒരു വലിയ വാതിലാണ് തുറന്നിടുന്നത്. പരമ്പരാഗത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറഞ്ഞ സമൂഹങ്ങൾക്ക് പോലും ഇത് പുതിയ അവസരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ഈ അവസരങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണോ കിട്ടുന്നത്? സത്യം പറഞ്ഞാൽ അല്ല. ഇവിടെയാണ് നമ്മൾ ഡിജിറ്റൽ വിഭജനം അഥവാ ഡിജിറ്റൽ ഡിവൈഡ് എന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി സംസാരിക്കേണ്ടി വരുന്നത്. എന്താണിത്? വളരെ സിമ്പിളാണ്. നല്ല ഇന്റർനെറ്റും ലാപ്ടോപ്പുമൊക്കെ ഉള്ളവരും അതൊന്നുമില്ലാത്തവരും തമ്മിലുള്ള ഒരു വലിയ അന്തരം. ഇത് സമൂഹത്തിൽ ഓൾറെഡിയുള്ള അസമത്വങ്ങളെ കുറയ്ക്കുന്നതിന് പകരം കൂടുതൽ ആഴത്തിലാക്കുകയാണ് ചെയ്യുന്നത്. വിവരങ്ങളുടെ കാര്യത്തിലെന്ന പോലെ തന്നെ ഡിജിറ്റൽ ലോകം നമ്മുടെ തൊഴിൽ രീതികളെയും അടിമുടി മാറ്റിമറിച്ചു. ഒരു ഓഫീസിൽ ഒരു നിശ്ചിത സമയത്ത് പോയി ജോലി ചെയ്യുന്ന ആ പരമ്പരാഗത സങ്കല്പത്തിനൊക്കെ എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ കാലത്ത് ജോലി എന്ന് പറഞ്ഞാൽ അത് ഓഫീസിൽ പോയി ചെയ്യുന്ന ഒന്ന് മാത്രമല്ലല്ലോ. റിമോട്ട് വർക്ക്, ഫ്രീലാൻസിംഗ്, പിന്നെ നമ്മൾ ഈയിടെയായി ഒരുപാട് കേൾക്കുന്ന ഗിഗ് എക്കോണമി, ഇതെല്ലാം വളരെ സാധാരണമായി. അപ്വർക്ക്, ഫൈവർ, ഊബർ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ കാരണം ആർക്കും അവരുടെ കഴിവുകളും സമയവും ഉപയോഗിച്ച് ലോകത്തെവിടെയിരുന്നും ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു സ്വാതന്ത്ര്യവും ഫ്ലെക്സിബിലിറ്റിയുമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ അതിന്റെ മറുവശത്ത് വലിയൊരു അനിശ്ചിതത്വം കൂടിയുണ്ട്. സ്ഥിരമായ ഒരു വരുമാനമില്ലാത്ത അവസ്ഥ, ഹെൽത്ത് ഇൻഷുറൻസോ പെൻഷനോ പോലുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളൊന്നുമില്ലാത്തത്, ഇതൊക്കെ ഗിഗ് തൊഴിലാളികൾ നേരിടുന്ന വലിയ വെല്ലുവിളികളാണ്. പോരാത്തതിന് ഓട്ടോമേഷൻ കാരണം നിലവിലുള്ള പല ജോലികളും നഷ്ടപ്പെടുമോ എന്നൊരു പേടിയും കൂടിയുണ്ട്.
അപ്പോ നമ്മുടെ തൊഴിൽ രീതികൾ മാറുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളും മാറുമല്ലോ. ഡിജിറ്റൽ ലോകം നമ്മുടെ സൗഹൃദങ്ങളെ, നമ്മൾ ഭാഗമായ കമ്മ്യൂണിറ്റികളെ, എന്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്ന രീതിയെ തന്നെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, #MeToo, #Black Lives Matter പോലുള്ള മുന്നേറ്റങ്ങൾ. ഭൂമിശാസ്ത്രപരമായ അതിരുകളൊന്നും ഒരു വിഷയമല്ലാതെ ഒരു സാമൂഹിക മാറ്റത്തിനായി ലോകമെമ്പാടുമുള്ള ആളുകളെ ഒരുമിപ്പിക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് തെളിയിച്ച ഏറ്റവും വലിയ ഉദാഹരണങ്ങളല്ലേത്? എന്നാല് ഇതിനൊരു മറുവശം കൂടിയുണ്ട്, അത് നമ്മൾ കാണാതെ പോകരുത്. ഡിജിറ്റൽ അഡിക്ഷൻ, അതായത് അടിമത്തം, അതുണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, നേരിട്ടുള്ള ബന്ധങ്ങളിലെ കുറവ്, ഇതെല്ലാം ഇന്ന് കൂടിവരികയാണ്. ഇതിന് പിന്നിലൊരു പ്രധാന കാരണം അറ്റൻഷൻ ഇക്കോണമിയാണ്. എന്താണ് ഈ അറ്റൻഷൻ ഇക്കോണമി? നമ്മുടെ ശ്രദ്ധയെ എത്ര നേരം പിടിച്ചു നിർത്താൻ പറ്റുമോ അത്രയും ലാഭം. ഈ ഒരു ബിസിനസ് മോഡൽ പലപ്പോഴും സമൂഹത്തിൽ തെറ്റിദ്ധാരണകളും വിഭാഗീയതയും വളർത്താൻ കാരണമാകാറുണ്ട്. സാമൂഹിക ബന്ധങ്ങളെപ്പോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തെയും ഡിജിറ്റൽ സാങ്കേതികവിദ്യ വളരെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യരംഗത്ത് വന്ന ഡിജിറ്റൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഡോക്ടറെ കാണാൻ വേണ്ടി ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരവസ്ഥ. ഡിജിറ്റൽ ആരോഗ്യരംഗം ഒരു പരിധിവരെ അത് സാധ്യമാക്കുന്നുണ്ട്. ടെലിമെഡിസിൻ വഴി എത്ര ദൂരെയുള്ള രോഗികൾക്ക് വേണമെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമായി സംസാരിക്കാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ഫിറ്റ്നസ് ആപ്പുകൾ, പിന്നെ ആരോഗ്യ വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, ഇതൊക്കെ രോഗനിർണയത്തിനും ഓരോ വ്യക്തിക്കും അനുയോജ്യമായ ചികിത്സ നൽകുന്നതിനും വലിയ സഹായമാണ്. ഈ സൗകര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും സ്ഥിരമായി ഇന്റർനെറ്റ് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അറിയണമെന്നുമില്ല. അപ്പോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ വിഭജനത്തിന്റെ മറ്റൊരു മുഖം തന്നെയല്ലേ? അതിനേക്കാൾ വലിയൊരാശങ്ക നമ്മുടെ ആരോഗ്യ വിവരങ്ങളുടെ സ്വകാര്യതയെക്കുറിച്ചാണ്. ഈ ഡേറ്റയൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഓക്കെ, ആരോഗ്യരംഗം കഴിഞ്ഞാൽ പൊതുജീവിതത്തിലെ മറ്റ് രണ്ട് പ്രധാന മേഖലകളാണ് വിദ്യാഭ്യാസവും ഭരണവും. ഈ മേഖലകളെ ഡിജിറ്റൽ ലോകം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നമ്മുടെ പഠനരീതികളും പൗരൻ എന്ന നിലയിലുള്ള നമ്മുടെ പങ്കാളിത്തവും എങ്ങനെയാണ് മാറുന്നത്? നോക്കാം. വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നാൽ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളും വെർച്വൽ ക്ലാസ് റൂമുകളും പഠനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ഇനി ഭരണത്തിന്റെ കാര്യം നോക്കിയാലോ? ഗവേണൻസ് പോർട്ടലുകൾ വഴി സർക്കാർ സേവനങ്ങൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നു. പൊതുവായ ചർച്ചകളിലൊക്കെ സാധാരണ പൗരന്മാർക്ക് കൂടുതൽ ശബ്ദം കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. ഓൺലൈൻ വിദ്യാഭ്യാസം എല്ലാവർക്കും അവസരം നൽകുന്നുവെന്ന് നമ്മൾ പറയുമ്പോഴും ഒരു നല്ല ഇന്റർനെറ്റ് കണക്ഷനോ കമ്പ്യൂട്ടറോ ഇല്ലാത്ത കുട്ടികളുടെ കാര്യം എന്താകും? ഇത് നിലവിലുള്ള അസമത്വങ്ങളെ കൂടുതൽ വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അതുപോലെ തന്നെ സർക്കാർ സേവനങ്ങളെല്ലാം ഓൺലൈനായപ്പോൾ നമ്മുടെ ഡേറ്റയുടെ സ്വകാര്യത ഒരു വലിയ ചോദ്യചിഹ്നമാണ്. വ്യാജവാർത്തകൾ നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ ഒരു ഭീഷണിയാകുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇതുവരെ നമ്മൾ അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ചാണ് സംസാരിച്ചത്. ഇതിനെല്ലാം അപ്പുറം ചില അടിസ്ഥാനപരമായ നൈതിക ചോദ്യങ്ങൾ, അതായത് എത്തിക്കൽ ഡിലെമാസ്, ഈ ഡിജിറ്റൽ ലോകം നമുക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്നും ഇതിനെയൊക്കെ മറികടന്ന് എങ്ങനെ ഒരു നല്ല ഡിജിറ്റൽ ഭാവി ഉറപ്പാക്കാമെന്നും നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഡാറ്റയുടെ സ്വകാര്യതയും സുരക്ഷയുമാണ്. അതുകൂടാതെ നമ്മളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന അൽഗോരിതങ്ങളിൽ പക്ഷപാതങ്ങൾ, അതായത് ബയാസ് കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സൈബർ ആക്രമണങ്ങൾ, സാങ്കേതികവിദ്യയെ നമ്മൾ അമിതമായി ആശ്രയിക്കുന്നത്, അതുമാത്രമല്ല ഡേറ്റാ സെന്ററുകൾ ഉപയോഗിക്കുന്ന ഭീമമായ ഊർജം, വേസ്റ്റ് പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരെ ഈ ലിസ്റ്റിൽ വരും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ എന്നത് ശരിക്കും ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഒരു വശത്ത് ഒരുപാട് അവസരങ്ങൾ തരുമ്പോൾ തന്നെ മറുവശത്ത് വളരെ ഗുരുതരമായ അപകടസാധ്യതകളും ഒപ്പമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഡിജിറ്റൽ ലോകത്തിന്റെ അപകടങ്ങൾ കുറച്ചുകൊണ്ട് അതിന്റെ ഗുണങ്ങൾ എങ്ങനെ എല്ലാവർക്കും ലഭ്യമാക്കാൻ സാധിക്കും? ഇതിന് സർക്കാരുകൾ മാത്രം വിചാരിച്ചാൽ പോരാ. കമ്പനികളും നമ്മൾ ഓരോ വ്യക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ചിന്തിച്ച് തയ്യാറാക്കിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും വേണം. ഉത്തരവാദിത്വമുള്ള സാങ്കേതിക വിദ്യാവികസനം വേണം. എല്ലാവർക്കും ഡിജിറ്റൽ വിദ്യാഭ്യാസം, എല്ലാവർക്കും ഇന്റർനെറ്റ് സൗകര്യം, ഇതൊക്കെ ഉറപ്പാക്കിയാൽ മാത്രമേ നമുക്ക് ശരിയായ പാതയിലൂടെ മുന്നോട്ടു പോകാൻ സാധിക്കൂ. അതുകൊണ്ട് നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ പോകുന്തോറും ഈ ഒരു ചോദ്യം നമ്മുടെ എല്ലാം മുന്നിലുണ്ട്:
മനുഷ്യന്റെ അന്തസ്സും സമത്വവും എല്ലാവരുടെയും പൊതുവായ അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഒരു ഡിജിറ്റൽ ലോകം നമുക്കെങ്ങനെയാണ് ഒരുമിച്ച് കെട്ടിപ്പടുക്കാൻ കഴിയുക? ഈ അധ്യായത്തിൽ നമ്മൾ ഡിജിറ്റൽ വിഭജനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം മനസ്സിലാക്കാനായി നമ്മളിത് 6 ഭാഗങ്ങളായിട്ടാണ് പരിശോധിക്കാൻ പോകുന്നത്. എന്താണ് ഡിജിറ്റൽ വിഭജനം എന്നതിൽ തുടങ്ങി അതിന്റെ കാരണങ്ങൾ, വിവിധ മാനങ്ങൾ, ആഗോളതലത്തിലെ അവസ്ഥ, പ്രത്യാഘാതങ്ങൾ, അവസാനം ഈ വിടവ് നികത്താനുള്ള വഴികളും നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് ആദ്യ ഭാഗം തുടങ്ങാം. എന്താണ് ഡിജിറ്റൽ വിഭജനം? ഡിജിറ്റൽ വിഭജനമെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതായത് ICT, എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകാത്ത അവസ്ഥയാണ്. ചിലർക്ക് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും എളുപ്പത്തിൽ കിട്ടുമ്പോൾ മറ്റു ചിലർക്ക് അതിനുള്ള അവസരമോ അത് ഉപയോഗിക്കാനുള്ള കഴിവോ ഉണ്ടാകില്ല. ഈ ഒരു അന്തരത്തെയാണ് ഡിജിറ്റൽ വിഭജനമെന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് ഈ വിടവിന്റെ അളവുകോലെന്നായിരുന്നു. എന്നാൽ ഇന്നതല്ല സ്ഥിതി. അതൊരു സങ്കീർണമായ വിഷയമായി മാറിയിട്ടുണ്ട്. നല്ലൊരു ഉപകരണം കയ്യിലുണ്ടോ, അതിന്റെ വില താങ്ങാൻ പറ്റുമോ, അത് ഉപയോഗിക്കാൻ അറിയാമോ, അതായത് ഡിജിറ്റൽ സാക്ഷരതയുണ്ടോ എന്നതൊക്കെ ഇപ്പോൾ ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് ഈ വിടവിന് കാരണമാകുന്നത്? പലതുണ്ട്. ഒരു വ്യക്തിയുടെ വരുമാനം, ലിംഗഭേദം, പ്രായം, വിദ്യാഭ്യാസം, എന്തെങ്കിലും ശാരീരിക വെല്ലുവിളികളുണ്ടെങ്കിൽ അത്, പിന്നെ താമസിക്കുന്ന സ്ഥലം, അതായത് നഗരമാണോ ഗ്രാമമാണോ എന്നതൊക്കെ ഇതിനെ സ്വാധീനിക്കുന്ന പ്രധാന കാര്യങ്ങളാണ്. ഇനി ഈ വിടവുണ്ടാകാനും അത് കൂടാനും കാരണമാവുന്ന പ്രധാന തടസ്സങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 5 തടസ്സങ്ങളുണ്ട്. 1. സാമ്പത്തികമാണ്. 2. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്. 3. ഡിജിറ്റൽ സാക്ഷരതയില്ലായ്മ. 4. ഭാഷയും സംസ്കാരവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ. പിന്നെ 5-ാമത്തേത് ശരിയായ നയങ്ങളുടെ അഭാവം. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെ. ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിനും ഇന്റർനെറ്റ് പ്ലാനുകൾ റീചാർജ് ചെയ്യുന്നതിനും നല്ലൊരു തുക വേണം. കുറഞ്ഞ വരുമാനമുള്ള ആളുകൾക്ക് ഇത് പലപ്പോഴും ഒരു വലിയ ഭാരമാണ്. രണ്ടാമത്തെ പ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ്. പല ഗ്രാമങ്ങളിലും ഇപ്പോഴും നല്ല നെറ്റ്വർക്ക് കവറേജോ ബ്രോഡ്ബാൻഡ് കണക്ഷനോ ഇല്ല. എന്തിനധികം തുടർച്ചയായി വൈദ്യുതി പോലും കിട്ടാത്ത സ്ഥലങ്ങളില്ലേ? അങ്ങനെയുള്ളൊരിടത്ത് ആളുകൾ എങ്ങനെ ഡിജിറ്റൽ ലോകത്തിന്റെ ഭാഗമാകും? മൂന്നാമത്തെ പ്രധാന കാരണം ഡിജിറ്റൽ സാക്ഷരതയുടെ അഭാവമാണ്. കയ്യിലൊരു ഉപകരണം കിട്ടിയാൽ മാത്രം പോരല്ലോ, അത് ശരിയായി ഉപയോഗിക്കാനും അറിയണം. ഓൺലൈൻ ലോകത്ത് എങ്ങനെ സുരക്ഷിതമായി ഇടപെടാം, വിവരങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഒരു വലിയ തടസ്സമാണ്. നാലാമത്തേത് ഭാഷയുടെ പ്രശ്നമാണ്. ഇന്റർനെറ്റിൽ ലഭ്യമായ ഭൂരിഭാഗം വിവരങ്ങളും ഇംഗ്ലീഷ് പോലുള്ള ചില പ്രധാന ഭാഷകളിലാണ്. നമ്മുടെ പ്രാദേശിക ഭാഷകളിൽ ഉള്ളടക്കം വളരെ കുറവാണ്. ഇത് ഇംഗ്ലീഷ് പരിജ്ഞാനമില്ലാത്ത ഒരു വലിയ വിഭാഗം ആളുകളെ ഡിജിറ്റൽ ലോകത്തുനിന്ന് അകറ്റി നിർത്തുന്നു. അവസാനമായി നയപരമായ പരാജയങ്ങൾ. എല്ലാവരിലേക്കും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എത്തിക്കാൻ കൃത്യമായ സർക്കാർ പദ്ധതികളും നിക്ഷേപവും ആവശ്യമാണ്. ഫലപ്രദമായ നയങ്ങളില്ലെങ്കിൽ ഈ വിടവ് കൂടുതൽ വലുതാവുകയുള്ളൂ. ശരി, ഇനി നമുക്ക് ഈ ഡിജിറ്റൽ വിഭജനത്തിന് 3 പ്രധാന തലങ്ങളുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇത് ഒറ്റപ്പെട്ടൊരു പ്രശ്നമല്ല. അപ്പോൾ ഈ 3 മാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് പ്രവേശനത്തിലെ വിടവ്, അതായത് നിങ്ങൾക്കൊരു ഉപകരണം അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ സ്വന്തമായി ഉണ്ടോ എന്നത്. രണ്ടാമത്തത് ഉപയോഗത്തിലെ വിടവ്, ഉപകരണം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളത് എത്രത്തോളം ഉപയോഗിക്കുന്നു, എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നതിലെ വ്യത്യാസം. മൂന്നാമത്തത് ഗുണനിലവാരത്തിലെ വിടവ്, നിങ്ങൾക്ക് ലഭിക്കുന്ന ഇന്റർനെറ്റ് കണക്ഷന്റെ വേഗത, വിശ്വാസ്യത തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഈ വിടവ് ആഗോളതലത്തിൽ എങ്ങനെയിരിക്കുന്നുവെന്ന് നോക്കാം. അതോടൊപ്പം ലിംഗപരമായ അന്തരം ഇതിലെന്തു പങ്ക് വഹിക്കുന്നുവെന്നും പരിശോധിക്കാം. ലോകമെമ്പാടും ഈ വിടവ് വളരെ വ്യക്തമാണ്. ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ ഏകദേശം 90% ആളുകളും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ കണക്ക് വെറും 20% കുറയുന്നു. ആലോചിച്ചു നോക്കൂ, എത്ര വലിയൊരു വ്യത്യാസമാണിത്. അതുപോലെ ലിംഗപരമായ വിടവും വളരെ വലുതാണ്. ഉദാഹരണത്തിന് ദക്ഷിണേഷ്യ, സബ്സഹാരൻ ആഫ്രിക്ക പോലുള്ള പ്രദേശങ്ങളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ള സാധ്യത 20 മുതൽ 40% വരെ കുറവാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശരി, ഈ ഡിജിറ്റൽ വിടവ് കാരണം യഥാർത്ഥത്തിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്? സമൂഹത്തിലും സമ്പദ്വ്യവസ്ഥയിലും വ്യക്തികളിലും ഇത് എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തുന്നു എന്ന് നോക്കാം. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പല മേഖലകളിലുമുണ്ട്. സാമ്പത്തികമായി ഓൺലൈൻ ജോലി വായ്പകൾ, സർക്കാർ സേവനങ്ങൾ എന്നിവ പലർക്കും നഷ്ടപ്പെടുന്നു. സാമൂഹികമായി വിവരങ്ങൾ ലഭിക്കാത്തത് കാരണം ആളുകൾക്ക് പൊതുകാര്യങ്ങളിൽ ഇടപെടാൻ കഴിയാതെ വരുന്നു.
ആരോഗ്യരംഗത്ത് ടെലിമെഡിസിൻ പോലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. വിദ്യാഭ്യാസ രംഗത്താകട്ടെ ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ കുട്ടികൾ പിന്നോട്ടു പോകുന്നു. ചുരുക്കത്തിൽ ഇത് നിലവിലുള്ള അസമത്വങ്ങളെ കൂടുതൽ രൂക്ഷമാക്കുന്നു. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? ഈ വിടവ് നികത്താൻ എന്തെല്ലാം തന്ത്രങ്ങളും പദ്ധതികളുമാണുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വിടവ് നികത്താൻ പല തന്ത്രങ്ങളും ആവശ്യമാണ്. കുറഞ്ഞ നിരക്കിൽ ബ്രോഡ്ബാൻഡ് എല്ലായിടത്തും എത്തിക്കുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ വാങ്ങാൻ സബ്സിഡി നൽകുക, ഡിജിറ്റൽ സാക്ഷരതാ ക്ലാസുകൾ വ്യാപകമാക്കുക, സ്ത്രീകളുടെ ഡിജിറ്റൽ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുക, പിന്നെ പ്രാദേശിക ഭാഷകളിലുള്ള ഉള്ളടക്കം വർദ്ധിപ്പിക്കുക. ഇവയെല്ലാം പ്രധാനമാണ്. ഇതിന്റെ ഭാഗമായി പല പ്രത്യേക പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. പൊതുസ്ഥലങ്ങളിൽ സൗജന്യ വൈഫൈ നൽകുന്നതൊരു ഉദാഹരണമാണ്. അതുപോലെ വളരെ കുറഞ്ഞ ചെലവിൽ ഇന്റർനെറ്റ് പാക്കേജുകൾ ലഭ്യമാക്കുക, ഗ്രാമപ്രദേശങ്ങളിൽ കമ്പ്യൂട്ടർ പഠന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, ഡിജിറ്റൽ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക എന്നിവയെല്ലാം ഇതിൽപ്പെടും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ ലോകത്ത് ഡിജിറ്റൽ സാങ്കേതികവിദ്യ സമൂഹത്തിൽ പൂർണ്ണമായി പങ്കെടുക്കാൻ അത്യാവശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ ലോകത്ത് പിന്നോട്ടു പോകുന്നത് ജീവിതത്തിൽ തന്നെ പിന്നോട്ടു പോകുന്നതിന് തുല്യമാണ്. അതിന്റെ ഗൗരവം അത്രത്തോളം വലുതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നുണ്ട്. ഈ ഡിജിറ്റൽ വിപ്ലവം സമൂഹത്തിലെ അസമത്വങ്ങളെ കൂടുതൽ വർദ്ധിപ്പിക്കുമോ അതോ അത് കുറയ്ക്കാൻ സഹായിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ എങ്ങനെ ഇതിനെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ജെൻഡർ ഡിജിറ്റൽ ഡിവൈഡ് നികത്തൽ എന്നതാണ്. അപ്പോൾ ഈ വിഷയം നമ്മൾ 5 ഭാഗങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം എന്താണ് ഈ ഡിജിറ്റൽ വിടവ് എന്ന് നോക്കാം. പിന്നെ അതിൻ്റെ പല വശങ്ങൾ, എന്തുകൊണ്ടാണ് ഈ വിടവുണ്ടാകുന്നത്, അതെങ്ങനെ പരിഹരിക്കാം, പിന്നെ അവസാനം എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത്ര പ്രാധാന്യമായിരിക്കുന്നതെന്നും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ ഡിജിറ്റൽ വിടവ്? എങ്ങനെയാണിത് സമൂഹത്തിൽ ഒരു പുതിയ തരം അസമത്വത്തിന് കാരണമാകുന്നത്? നമുക്ക് നോക്കാം. ജെൻഡർ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്നതിലും അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനങ്ങളിലും പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ഒരു വിടവാണ്. അതായത് ഇന്റർനെറ്റ്, സ്മാർട്ട് ഫോണ്, കമ്പ്യൂട്ടർ ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ടെക്നോളജിക്ക് സമൂഹത്തിൽ സമത്വം കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ അത് ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിലവിലുള്ള അസമത്വങ്ങളെ അത് കൂടുതൽ വഷളാക്കാനും സാധ്യതയുണ്ട്. ഈ വിടവ് നമുക്ക് പല രീതിയിൽ കാണാൻ പറ്റും. ഉദാഹരണത്തിന്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലും വരുമാനം കുറഞ്ഞ കുടുംബങ്ങളിലും സ്വന്തമായി മൊബൈൽ ഫോൺ ഉണ്ടാകുന്നത് കുറവാണ്. അതുപോലെ ഇന്റർനെറ്റ് ഉപയോഗവും. ഇന്നത്തെ കാലത്ത് ഇത് ശരിക്കും ഒരു വലിയ പ്രശ്നമാണ്, അല്ലേ? കാരണം ജോലി മുതൽ പഠിത്തം വരെ എല്ലാത്തിനും നമുക്കിന്ന് ഡിജിറ്റൽ ലോകത്തൊരു ആക്സസ് വേണം. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. ഈ പ്രശ്നം നമ്മൾ വിചാരിക്കുന്നതിലും സങ്കീർണമാണ്. വെറുതെ ഒരു ഫോണോ ഇന്റർനെറ്റോ കിട്ടിയാൽ തീർന്ന ഒരു വിഷയമല്ലേ ഇത്. അതായത് ഒരു ഉപകരണം കയ്യിലുണ്ടോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കിട്ടുന്നുണ്ടോ എന്നതിൽ മാത്രം ഈ പ്രശ്നം ഒതുങ്ങുന്നില്ല. ഇതിന് പല തലങ്ങളുണ്ട്, വളരെ സങ്കീർണമാണ്. ഈ പ്രശ്നം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈ കണക്ക് നോക്കൂ. ലോകം മുഴുവനെടുത്താൽ പുരുഷന്മാരെ അപേക്ഷിച്ച് 17% സ്ത്രീകൾക്ക് മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധ്യത കുറവാണ്. ഇനി വരുമാനം കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് വന്നാൽ ഈ വ്യത്യാസം ഇതിലും വലുതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രശ്നത്തിന്റെ മറ്റു വശങ്ങളെന്ന് നോക്കാം. 1. ഇന്റർനെറ്റ് കിട്ടിയാൽ മാത്രം പോരാ, അതിന്റെ ക്വാളിറ്റി. നല്ല സ്പീഡുള്ള കണക്ഷൻ വേണം. പിന്നെ ഡിജിറ്റൽ സാക്ഷരതയുടെ കുറവ്. ഒരു ഫോൺ എങ്ങനെ ശരിയായി ഉപയോഗിക്കണം എന്നറിയണ്ടേ. അതുപോലെ ഓൺലൈൻ ലോകത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ. പിന്നെ ഡിവൈസുകളുടെയും ഡേറ്റയുടെയും താങ്ങാനാവാത്ത വില. ഇതിനെല്ലാം പുറമെ ചില സാമൂഹികമായ വിലക്കുകളുമുണ്ട്. സ്ത്രീകൾ ടെക്നോളജി ഉപയോഗിക്കുന്നതിനെ തടയുന്ന രീതിയിലുള്ളവ. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം, എന്തുകൊണ്ടാണ് ഈ വിടവുണ്ടാകുന്നത്? ഇതിന് പ്രധാനമായും 4 കാരണങ്ങളുണ്ട്. നമുക്ക് ആ 4 കാരണങ്ങൾ ഓരോന്നായി നോക്കാം. ഒന്നാമത്തേത് വില തന്നെ. ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാനും ഡേറ്റ റീചാർജ് ചെയ്യാനുമുള്ള ചിലവ് പല സ്ത്രീകൾക്കും താങ്ങാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാരണം ഡിജിറ്റൽ സ്കിൽസ് അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര അവസരം കിട്ടാത്തത് കാരണം പലർക്കും ഒരു പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ മടിയും പേടിയുമുണ്ട്. ഇനി മൂന്നാമത്തേത് നമ്മുടെ സമൂഹത്തിലെ ചില ചിന്താഗതികളാണ്. സ്ത്രീകൾ ടെക്നോളജി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ അവരെ പിന്നോട്ട് വലിക്കുന്നു. നാലാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായൊരു കാര്യമാണ് ഓൺലൈൻ സുരക്ഷ. സൈബർ ബുള്ളിയിങ്ങും മറ്റു ഉപദ്രവങ്ങളും കൂടുതലായി നേരിടേണ്ടി വരുന്നത് സ്ത്രീകളാണ്. ഇതവരെ സ്വാഭാവികമായും ഓൺലൈൻ ലോകത്തു നിന്ന് അകറ്റി നിർത്തുന്നു. അപ്പോൾ കാരണങ്ങൾ നമ്മൾ കണ്ടു. ഇനി എന്തു ചെയ്യാൻ പറ്റും? ഈ വിടവ് നികത്താനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ 4ാമത്തെ ഭാഗം. ഈ പ്രശ്നം പരിഹരിക്കാൻ ലോകമെമ്പാടും പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഈക്വൽസ് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് പോലെയുള്ള സംരംഭങ്ങൾ ഇതിനൊരു നല്ല ഉദാഹരണമാണ്. അവരുടെ ലക്ഷ്യം സ്ത്രീകൾക്ക് ടെക്നോളജി ഉപയോഗിക്കാനുള്ള അവസരങ്ങളും അതിനുള്ള കഴിവും കുറഞ്ഞ ചിലവിൽ അത് ലഭ്യമാക്കലുമാണ്.
ഡിജിറ്റൽ സാക്ഷരത കൂട്ടാനും സ്റ്റെം വിഷയങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൂട്ടാനുമൊക്കെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഇതിനായി ഗവൺമെന്റുകളും സ്വകാര്യ കമ്പനികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഓൺലൈൻ സുരക്ഷയുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനുവേണ്ടിയും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ ശക്തമായ സൈബർ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. സ്ത്രീകൾക്ക് ഓൺലൈൻ ലോകത്ത് സ്വയം എങ്ങനെ സംരക്ഷിക്കാമെന്നതിനെപ്പറ്റി ട്രെയിനിംഗ് കൊടുക്കുന്നു. പിന്നെ ഉപദ്രവങ്ങൾക്കെതിരെ ശക്തമായി നടപടിയെടുക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ അവസാന ഭാഗത്തേക്ക് വരാം. എന്തിനാണ് നമ്മൾ ഈ വിഷയത്തെപ്പറ്റി ഇത്രയധികം സംസാരിക്കുന്നത്? ഈ ഡിജിറ്റൽ വിടവ് നികത്തുന്നത് എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രാധാന്യമർഹിക്കുന്നത്? കാരണം ജെൻഡർ ഡിജിറ്റൽ ഡിവൈഡ് എന്നത് വെറുമൊരു ടെക്നോളജി പ്രശ്നമല്ല. ഇത് അതിലും വളരെ വലുതാണ്. ഇതൊരു സാമൂഹിക പ്രശ്നമാണ്, സാമ്പത്തിക പ്രശ്നമാണ്, ഇതൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ്. ഈയൊരു വാചകം ശ്രദ്ധിച്ചു നോക്കൂ. ഡിജിറ്റലായി പിന്നോട്ടു പോകുന്നത് സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും പിന്നോട്ടു പോകുന്നതിന് തുല്യമാണ്. ഇതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ഇന്നത്തെ ലോകത്ത് ഡിജിറ്റൽ രംഗത്ത് പിന്നിലായിപ്പോയാൽ ജീവിതത്തിന്റെ മറ്റെല്ലാ മേഖലകളിലും നിങ്ങൾ സ്വാഭാവികമായും പിന്നിലായി പോകും. അപ്പോൾ ഈയൊരു ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പഴയ അസമത്വങ്ങളെ വീണ്ടും ഉറപ്പിക്കാതെ ടെക്നോളജി എല്ലാവരെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നമുക്കെങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും? ഇത് നമ്മളെല്ലാവരും ഒരുമിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.